ഈ തിരക്കിൻ്റെ ഇടയിൽ ഞാൻ ഗോപ്രോ വെച്ചെടുക്കുന്നതായിട്ട് നിങ്ങളൊന്നും ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ആ കിട്ടുന്ന ഗ്യാപ്പിൽ നിങ്ങൾക്കുള്ളതായ ആദ്യമേ ഉറപ്പ് വേണ്ടിയിട്ടുണ്ട് വീഡിയോ പക്ക ഞാൻ ഇടുമെന്നില്ല. അപ്പോൾ അതിൻ്റെ തിരക്കിൻ്റെ ഇടയിൽ ഞാൻ ഇടുന്ന കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം ഇവിടെ സ്റ്റാർട്ട് ചെയ്യലാണ്. ഫസ്റ്റ് തന്നെ കാണിച്ചു തരാം. ഇതവിടെ സ്റ്റാർട്ടായിട്ടുണ്ട്. നമ്മളിതാ ബസ്സിൽ ഇറങ്ങാൻ വേണ്ടി പോകാമെന്ന്. ഇപ്പം നമ്മൾ ഇറങ്ങും, ഒരു 5 മിനിറ്റ് കൊണ്ട് നമ്മളിവിടെ നിന്ന് ഇറങ്ങും. കുറച്ച് ദൂരം തന്നെ പോകാനുണ്ട്, നമുക്ക് ഒരു 2 മണിക്കൂറത്തെ യാത്രയുണ്ട്. അപ്പം ബാക്കിയുള്ള യാത്ര കാര്യങ്ങൾ ആടെയുള്ള വീഡിയോസ് എല്ലാം ആയിട്ട് കിടലും വീഡിയോ ഇന്നത്തായിരിക്കും. ഇന്നാണ് സായിൻ്റെ കല്യാണ വീഡിയോ ആണ്, മെയിൻ വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് ഏതായാലും ഇന്നത്തെ ദിവസം തുടങ്ങുന്നുണ്ട്. ഒപ്പം തന്നെ നിങ്ങൾ വരും കേട്ടോ. എല്ലാ സീറ്റുണ്ടോ? സീറ്റുണ്ട്. എത്ര? അതിലെത്രയുണ്ട് ചോദിച്ചാ? ഇല്ല, അതിൽ സ്ഥലമുണ്ട്. കഴിക്കുന്ന 3 ആൾ കയറാൻ. ഇതിലെത്ര സീറ്റുണ്ട്? ഓക്കെ. അല്ല, സ്ഥലമില്ല, രശാന്തിനെ ഇറക്കി വിടാനാണ്. ബസ് ഇതാട്ടോ നമ്മൾ പോകുന്നത്. ഇതാ 2 ബസ്സും നമ്മളിവിടുന്ന് വിടലായി. അപ്പോൾ ഇതിൻ്റെ നടുക്ക് ഞാൻ തന്നെ ഇത് എടുക്കുന്നതായിട്ട് നിങ്ങളാരും ഒന്നും വിചാരിക്കണ്ട. ഞാൻ നിങ്ങൾക്ക് ഇതല്ലേ രസം. അപ്പോൾ നമ്മളേതായാലും വീട്ടിൽ നിന്ന് വിടലായി കേട്ടോ. അപ്പോൾ ശരി, ഞാൻ കല്യാണം കഴിച്ചിട്ട് വരാം. നല്ല തിരക്കൊന്നുമില്ല, നല്ല കേട്ടോ ആട്ടി. ഓക്കെ, ഒന്ന് സെറ്റാക്കാം. ഓക്കെ, ഒന്ന് അങ്ങോട്ട് ഇട്ട് കൊടുത്തേ. ഓക്കെ, ഗുഡ്. പറ്റി ഇത്രയും ആൾക്കാർ കൊണ്ടൊന്ന് ഓനെക്കൊണ്ട് ഞാൻ എൻ്റെ കാല് പിടിക്കുന്ന കാണിച്ചു തരാം കേട്ടാ. അങ്ങോട്ട് കാണിച്ചു കൊടുത്താൽ അങ്ങോട്ട് കാണിച്ചു കൊടുത്ത് ഈ ആളെല്ലാം ഒന്ന് കാണിച്ചു കൊടുത്തട്ടെ. ഒന്നെടുക്കുന്നുണ്ടേ. കല്യാണം കഴിഞ്ഞ വേളയിൽ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എനിക്കും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞു. എന്തെങ്കിലും ക്ഷീണം മാറ്റം ഒന്നുമില്ലല്ലോ. നമ്മൾ ഭക്ഷണമെല്ലാം കഴിച്ച് കഴിഞ്ഞ് ഞാനിങ്ങനെ ആരും കാണാണ്ട് ഒരു സൈഡിലെല്ലാം വന്നിട്ടാട്ടോ പറഞ്ഞത്. കാരണം ഇതിൻ്റെ നടുക്കിൽ എനിക്കൊന്നും സമയം കിട്ടുന്നില്ല. എന്നാലും മാക്സിമം ഞാൻ ഇങ്ങോട്ട് പറഞ്ഞില്ല. കാരണം നിങ്ങൾക്കൊന്നും കല്യാണം നേരിട്ട് കാണാൻ പറ്റാത്തതല്ല. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയെങ്കിലും കാണണമെന്നുണ്ടാവും. അപ്പോൾ നമ്മളിവിടുന്ന് ഇറങ്ങല്ലേ, ഭക്ഷണമെല്ലാം കഴിച്ച് ഫോട്ടോഷൂട്ടെല്ലാം കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് ഇവി വാ കൂട് നമ്മളിവിടുന്ന് ഇറങ്ങല ചേട്ടാ. ഇനി നമ്മളിവിടുന്ന് അടുത്ത ബസ് കയറി തിരിച്ച് പോക്കായി.
ഇനി ഇവർ ഇതിനകത്ത് പോയാൽ മതി. ഞാൻ പറഞ്ഞില്ലേ നാട്ടുകാരെ തെറ്റും ഞാൻ പറയിപ്പിക്കുക, എന്നിട്ടേ ഞാൻ വീട്ടിലേക്ക് എത്തും. ആ ശരി, നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കും. ഇനി കയറി അവനങ്ങോട്ട് പോയി. ഇനി അടിച്ചു ഒരു മിനിറ്റ്. വീട്ടിലും കയറി എല്ലാ ചടങ്ങും കഴിഞ്ഞ് ഇപ്പോൾ അവർ വീട്ടിലുണ്ട്. ആൾക്കാർ ഇപ്പോൾ കുടുംബക്കാർ മാത്രം കൂടി ഉണ്ട്. ഇതിൻ്റെ നടുക്ക് വീഡിയോ എടുക്കലും ആയിട്ട് ഞാൻ കുറച്ച് ബുദ്ധിമുട്ടിനി. എന്നാലും മാക്സിമം എന്നെക്കൊണ്ടാകുന്ന പോലെ ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ നാളെ നമ്മളെ വീട്ടിലെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നാളെ അടുത്ത വീഡിയോ ആണ്. അത് ഈ കല്യാണം കഴിഞ്ഞ അടുത്ത ദിവസമാണ് നമ്മളെ വീട്ടിലെ ഫംഗ്ഷൻ. അപ്പോൾ ഇന്ന് കല്യാണം വരെ കഴിഞ്ഞു, അവിടെയായിരുന്നു, ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി ഞങ്ങളുടെ വീട്ടിലെ ഫംഗ്ഷൻ വരാനുണ്ട്, അതാണ് ഇനി അടുത്ത വീഡിയോ ഉണ്ടാവുക. അപ്പോൾ ഇത് എത്രത്തോളം കളറായി എന്നറിയില്ല. ഇനി മാക്സിമം കളറാക്കാൻ നോക്കിയിട്ടുണ്ട്. അടുത്ത വീഡിയോ ഇതിലും കളറാക്കാൻ നോക്കും. അപ്പോൾ എല്ലാവരും എന്താ പറയുക, കമൻറ്റ് കാര്യങ്ങളെല്ലാം വായിക്കുന്നുണ്ട്. നിങ്ങൾക്കെല്ലാം ഒരു ഫാമിലിയിൽ നടക്കുന്ന കല്യാണം പോലെ തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്, നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം വീഡിയോ ഇടാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ സാഹിത്യ തിരക്കിലാണ്, ഞാനും തിരക്കിലാണ്. അതിൻ്റെ ഇടയ്ക്കൊരു വൈൻഡപ്പ് പറയാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ എല്ലാവരോടും അടുത്ത വീഡിയോ കാണുന്നവരെ കിടിലം വീഡിയോ, അടുത്ത കല്യാണമായി ബന്ധപ്പെട്ടിട്ട് അടുത്തൊരു വീഡിയോ കൂടി വരും. അപ്പോൾ എല്ലാവരോടും ബൈ ബൈ.